നാട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി കുറച്ച് പെർഫ്യൂം പരിചയപ്പെടുത്തി കേട്ടോ. ചെറിയ പെർഫ്യൂമാണ്, ചെറിയ ബോട്ടിലാണ്. അതായത് എത്ര മില്ലിയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ 50 മില്ലി ഉള്ളൂ, 100 മില്ലി. സാധാരണ വലിയ പെർഫ്യൂമൊക്കെ 100 മില്ലി, അപ്പോൾ അതിനനുസരിച്ച് എമൗണ്ടും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഇത് ഒരു കമ്പനിയുടെ പല ഫ്ലേവർ, ഒരു 10-15 ഫ്ലേവർ ഉണ്ടെന്നുള്ള എൻ്റെ അറിവിൽ. നമ്മൾ സ്ഥിരമായിട്ട് സെയിൽ ചെയ്യുന്ന ഒരു സാധനമാണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ചെറിയ ബോട്ടിൽ നല്ല ലാസ്റ്റിംഗ് ഉള്ള സാധനമാണ്. ഞാനൊക്കെ ഡെയിലി ഉപയോഗിക്കുന്ന സാധനമാണ്. അതുപോലെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അതേപോലെ മറ്റുള്ളവർക്ക് ഗിഫ്റ്റ് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന പെർഫ്യൂമാണ് ഈ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓരോന്നും അതിൻ്റെ പേരുകളൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ആർക്കെങ്കിലും പിന്നെ അവിടെ വിദേശത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ പെർഫ്യൂം അവരോട് ചോദിക്കുക എന്താണ് സ്മെല്ല്, എങ്ങനെയാണ് സ്മെല്ല്, ലാസ്റ്റിംഗ് ഉണ്ടോ എന്നുള്ളതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും എന്തായാലും വിദേശത്തുള്ള ഗൾഫ് രാജ്യങ്ങളിലെ ആളുകൾ എന്തായാലും ഈ പെർഫ്യൂം നല്ല പരിചയമുള്ളൊരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, ലൈക്ക് അടിക്കുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. ആര് എവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും ഒന്ന് കളക്ട് ചെയ്ത് ഓൺലൈനിലൊക്കെ കിട്ടും. ഇപ്പോൾ പഴയ പോലെയല്ല, ഓൺലൈനിൽ ഒരുപാട് സംഭവങ്ങൾ കിട്ടുന്നൊരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ പെർഫ്യൂം ഒന്ന് പരിചയപ്പെടുത്തരാം, മുഴുവനായിട്ടൊന്ന് കാണണേ. ഓക്കെ, നല്ല ലാസ്റ്റിങ്ങുള്ള സംഭവമാണ്, അത് അതിൻ്റെ രസം. നമ്മൾ വലിയ വില കൊടുത്തിട്ട് വലിയ പെർഫ്യൂം ഒക്കെ വാങ്ങേണ്ട ആവശ്യമില്ല. ചെറിയ പൈസ കൊടുത്തിട്ട് ചെറിയ പെർഫ്യൂം വയ്ക്കുക, നല്ല സ്മെല്ലാണ്, നല്ല ലാസ്റ്റിങ്ങുള്ള സാധനമാണ്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽപ്പെട്ട ഒരു സാധനമാണ് ഈ സബായ എന്ന് പറയുന്നത്. ഇതിൻ്റെ കമ്പനി എന്ന് വെച്ചാൽ ക്രൗൺ ആട്ടോ. അതുണ്ടോ, ക്രൗൺ പെർഫ്യൂംസ് ആണ് ഇതിൻ്റെ ഒറിജിനൽ കമ്പനി എന്ന് പറയുന്നത്. ഇത് ആകെ 50 ml ഉള്ളൂ, അൽറാഹാബിൻ്റെ സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബോട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ബോട്ടിൽ കാണിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലെ ഒരു ബോട്ടിൽ ഞാൻ കാണിക്കും, മറ്റുള്ള ഫ്ലേവറിൻ്റെയൊക്കെ കാർട്ടൂൺ കാണിച്ചു തരാം. ഉള്ളിലത്തെ ഒരു ബോട്ടിൽ ഞാൻ ഇതിൻ്റെ ഇത് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് സോഫ്റ്റ് എന്ന് പറഞ്ഞ പെർഫ്യൂം, നല്ല സ്മെല്ലാണ്. അതേപോലെ അസീൽ എന്ന് പറഞ്ഞുള്ള പെർഫ്യൂമാണിത്. പാകിസ്ഥാനികളൊക്കെ ബംഗാളികളൊക്കെ കൊണ്ടുവരുന്ന സാധനമാണ്. ഇത് സിൽവർ, ഇത് പിന്നെ എല്ലാവരും നമ്മളെ മലയാളികളൊക്കെ ഒരുപാട് ആളുകൾ കൊണ്ടുവരുന്ന, പഴയ ആളുകളൊക്കെ എടുത്തു പോകുന്ന സാധനം. അതേപോലെ അൽഫാരിസ് നല്ല ലാസ്റ്റിംഗ് ഉള്ള സാധനമാണ്. അമീർ ഈ ഒരു ഊത് ടൈപ്പാണ്, സൗദികളൊക്കെ ഉപയോഗിക്കുന്ന ആ ടൈപ്പാണിത്. ഇത് റഷ, ഇതൊരു നോർമൽ സ്മെല്ലാണ്, പക്ഷേ നല്ല ലാസ്റ്റിംഗ് ഉള്ളൊരു സംഭവമാണ് ഇതൊക്കെ. ഓക്കെ, പിന്നെ അത് സുൽത്താൻ, നമ്മൾ നേരത്തെ കാണിച്ചില്ല സിൽവർ, സുൽത്താനൊക്കെ ഈ പെട്ട സാധനങ്ങളാണ്. അതേപോലെ ഇത് ലോഡാണ്, ലോഡിൽ നല്ല ലാസ്റ്റിങ്ങുള്ള ഏറ്റവും കൂടുതൽ ചെലവുള്ള സാധനമാണ് ഈ സാധനം, ലോഡ് എന്ന് പറഞ്ഞ സാധനം പാകിസ്ഥാനുകൾക്ക്. അതേപോലെ അറൂസ് നല്ലൊരു ഫ്ലവറാണിത്. ഓക്കെ, പിന്നെ അത് പോയിട്ട് വന്നിട്ട് നമ്മളെ ബഹൂർ, ഇതാ പഴയ സാധനമാണ്, അൽ റിഹാബിൻ്റെ പഴയ സാധനം. ഇപ്പോഴും നല്ല മൂവിങ് ആണ് സാധനത്തിന് കേട്ടോ. സബായാണ് നമ്മൾ ആദ്യം കാണിച്ചില്ലേ, അതാണത്. പിന്നെ ഇത് നമ്മളെ ഫേവറേറ്റ് മുല്ലപ്പൂവ്. ഓക്കെ, അപ്പോൾ ഈ സാധനങ്ങളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. എവിടെ കിട്ടുകയാണെങ്കിലും വാങ്ങിക്കോളൂ, നല്ല ലാസ്റ്റിംഗ് ഉള്ളൊരു സംഭവമാണിത്. സോഫ്റ്റ്, ഇതൊക്കെ നല്ലൊരു ചോക്ലേറ്റ് സ്മെല്ലാണ് ഇതിൽ. അതാണ്. അതേപോലെ അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ് ഇത്, ഈ അമീർ എന്നുള്ള സാധനം. ഓക്കെ, അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.